ഗൈസ്, ഇന്ന് നമുക്ക് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാം. അതിനായി പാൻ എടുക്കുക, കുറച്ച് എണ്ണ ഒഴിക്കുക, അതിലേക്ക് കടുക് ഇടുക. കടുക് പൊട്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഉഴുന്നിടാം. ഉഴുന്ന് ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് വെജിറ്റബിൾസ് ഇടാം. ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഇവിടെ 2 സവാള, 3 തക്കാളി, 5 പച്ചമുളക്, കുറച്ച് മല്ലിയിലയും പുതിനയിലയും. ഉഴുതൊന്നും ബ്രൗൺ കളർ ആകുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ സവാള ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്ത് നല്ല രീതിയിൽ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുന്നത് നമ്മൾ സവാള ഒന്ന് വാടി കിട്ടാൻ വേണ്ടിയാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടുക. ഇതിലേക്ക് 4 ഏലക്ക കൂടി ഇടുക. അത് കഴിഞ്ഞ് നമുക്ക് മസാലകളെല്ലാം ഇതിന്റെ അകത്ത് ചേർക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ ചെറിയ ജീരകപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. മസാലകളുടെ അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. മസാല ഒന്ന് നല്ല രീതിയിൽ മൂത്ത് വരുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഇട്ട് കൊടുക്കാം. വെള്ളം ഇടുന്നത് നമുക്ക് തക്കാളി ഒന്ന് നല്ല രീതിയിൽ വെന്തൊടയാൻ വേണ്ടിയാണ്. നല്ല രീതിയിൽ തക്കാളി വെന്തൊടയുമ്പോഴത്തേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞ മല്ലിയിലയും പുതിനയിലയും ഇട്ട് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. അങ്ങനെ നമ്മുടെ മസാല റെഡി. അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച ബസ്മതി റൈസ് ഇട്ട് കൊടുക്കുക. ഞാൻ ഇവിടെ ടൊമാറ്റോ റൈസ് ഉണ്ടാക്കാൻ 2 കപ്പ് വേവിച്ച റൈസ് ആണ് എടുത്തേക്കുന്നത്. നല്ല രീതി ഇളക്കി കൊടുക്കുക. ഈ ഗ്രേവി എല്ലാം നല്ല രീതി മിക്സ് ആവണം. ഇതിലേക്ക് ഒരു നാരക നീരൂടെ പിഴിഞ്ഞൊഴിക്കുക. നല്ല രീതി മിക്സ് ആക്കുക. അങ്ങനെ ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ റൈസ് റെഡി ആയിരിക്കുന്നു. ടൊമാറ്റോ റൈസിനൂടെ തൈരും പപ്പടയും അച്ചാറും ആയിട്ട് കഴിക്കാൻ എന്ത് ടേസ്റ്റ് ആണെന്നറിയാവോ?